ഞാൻ നിലവിൽ പറയുന്ന വീഡിയോ നിലവിലെ എന്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിലവിലെ അറിവാണ്. ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷമോ മറ്റോ മാറ്റങ്ങൾ ഉണ്ടായാൽ അതുമായി അത്തരം അപ്ഡേറ്റ് വല്ല വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ചൊരു വീഡിയോ ചെയ്യാം. നിലവിൽ ഇന്നത്തെ സാഹചര്യ പ്രകാരം അത്തരം ഭയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ കമ്പനിക്കോ നിങ്ങളുടെ സ്പോൺസറിനോ നിലവിൽ സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ഗവൺമെന്റ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്, വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ സൈറ്റിൽ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ CQC, അതായത് നിങ്ങൾ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന അതിന്റെ CQC സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി സാധിക്കും. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നു. പണ്ടത്തെ കാലമല്ല, അത് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടതൊക്കെ വേണമെങ്കിൽ ഒരു ഗൂഗിൾ ഹോം പോയിട്ട് CQC സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്ത് കൊടുത്താൽ ഒരുപാട് പേര് ക്വറി ചോദിച്ചിട്ടുണ്ടാവും. ഫാക്ട് ചെക്കും മറ്റും FAQ ഒക്കെ ഉണ്ടാവും. അതിൽ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം സേഫ് ആണോ എന്ന് ചിന്തിക്കുക. അതായത് UK നിലവിൽ വിസ ഇല്ലാണ്ടാവാൻ, വിസ റദ്ദാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈസൻസ്, നിങ്ങളുടെ വിസ റദ്ദാക്കപ്പെടും. ഒരു 60 ദിവസങ്ങളിൽ പുതിയ ഒരു വിസ നിങ്ങൾ കണ്ടെത്തേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നിലവിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം സേഫ് ആണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ.